ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ന്യൂ കിങ്സ് ആൻഡ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലൈഡിലേക്ക് പോയാലോ. എന്തൊക്കെ പല ടൈപ്സ് ഓഫ് ആളുകളായിരിക്കും എന്ത് ചെയ്യുക, പല ടൈപ്സ് ഓഫ് അതോറിറ്റീസിൽ എന്ത് ചെയ്യുക, ലീഡർഷിപ്പിനായിട്ട് വരുന്നത്. അപ്പോൾ പല സ്റ്റേറ്റിലും എന്താണ്, പല കിങ്സ് ആയിരിക്കും എന്ത് ചെയ്യുക അവിടെ ഓതർഷിപ്പിൽ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് ഓരോ ഡൈനസ്റ്റീസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെ. ദ എമർജൻസ് ഓഫ് ന്യൂ ഡൈനസ്റ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഓരോ കാലഘട്ടം എന്ന് പറയുമ്പോൾ രാജാക്കന്മാരെ ഭരണമായി, പിന്നെയായി ഗവൺമെന്റ് വന്നു അല്ല, അങ്ങനെ പല ടൈപ്സ് ഓഫ് റൂൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നമ്മുടെ ഇന്ത്യ വന്നെത്തിയത് അല്ലെ. അപ്പോ പണ്ട് കാലഘട്ടത്തില് എന്തൊക്കെ രാജാക്കന്മാരോ അവരുടെ കിങ്ഡത്തിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ. ബൈ ദ 7th century, 7ാം നൂറ്റാണ്ടില് there were big landlords, വലിയ ലാൻഡ് ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന, അവിടെ റൂൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം various chiefs in different regions of the subcontinent. എന്ന് വെച്ചാല് പല ഭൂഖണ്ഡങ്ങളിലായിട്ട് പല സ്റ്റേറ്റിലായിട്ട് വലിയ വലിയ ലാൻഡ് ലോഡ്സും അതുപോലെ തന്നെ വാരിയേഴ്സ് സോൾജിയേഴ്സും ഒക്കെ എന്താണ് അവിടെ എക്സിസ്റ്റ് ചെയ്ത ഒരു കാലഘട്ടം. The existing kings often acknowledge them as the subordinates. അല്ലെ, അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാരുടെ താഴെത്തട്ടിലാണ് ആര് വരുന്നത്, ഈ ബിഗ് ലാൻഡ് ലോഡ്സും വാരിയേഴ്സും ഒക്കെ ആരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, കിങ്ങിനെ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലേ നിൽക്കുന്നത്. They were expected to bring gift for their kings or overlords. എപ്പോഴും എന്താണ് ഇവർക്ക് വേണ്ടി പോരാടുന്നത് വാരിയേഴ്സും ബിഗ് ലാൻഡ് ലോഡ്സുമാണ്. അവർക്ക് കിങ്സിന് എപ്പോഴെങ്കിലും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നതും ആരാന്നാ പറയുന്നത്, ഈ ഒരു വാരിയേഴ്സ് ആണ്, അതുപോലെ തന്നെ ബിഗ് ലാൻഡ് ലോഡ്സ് ആണെന്നാ പറയുന്നത്. And they be present at the courts, provide them with military support. എല്ലാ വിധത്തിലുള്ള മിലിറ്ററി സപ്പോർട്ടും കിങ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതും ഈ ഒരു ബിഗ് ലാൻഡ് ലോഡ്സും വാരിയേഴ്സുമാണ്. എപ്പോഴും ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്, കിങ്സിന് സപ്പോർട്ടായി നിൽക്കുന്നത് എന്നാണ് കേട്ടോ പറയുന്നത്. By the 7th century, there were big landlords or warrior chiefs in different regions of subcontinent. അതൊക്കെ ആരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അവിടെ റൂൾ ഉറപ്പിച്ചിരിക്കുന്നത്, ഈ ഒരു കിങ്സിന് രാജാക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന മിനിസ്റ്റേഴ്സ് പോലെയാണ് ഈ ബിഗ് ലാൻഡ് ലോഡ്സും വാരിയേഴ്സും ഒക്കെ നിലനിൽക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ ഈ വാരിയേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു മിലിറ്ററി സപ്പോർട്ടും കൂടിയാണ് ഈ കിങ്ങിന് അല്ലെ. നോക്കിക്കേ, നെക്സ്റ്റ് സ്ലൈഡ്. ആസ് സാമന്റാസ് ഗെയിൻഡ് പവർ ആൻഡ് വെൽത്ത്. സാമന്റാസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹാസ് ഗെയിൻഡ്, അവിടെ അവിടെ കൂടുതൽ പവർ ആർക്ക് കിട്ടി, സാമന്റാസ് എന്ന് പറയുന്ന ആളുകൾക്ക്. ദേ ഡിക്ലൈർഡ് ദംസെൽസ് ടു ബി മഹാസാമന്റ. അവരെ തന്നെ മഹാസാമന്റ എന്ന് വിളിക്കുകയും മഹാമണ്ഡലേശ്വർ, ദ ഗ്രേറ്റ് ലോർഡ് ഓഫ് സർക്കിൾ ഓർ റീജിയൻ, സോ ഇൻഡിപെൻഡന്റ് ഫ്രം their overlords. എന്ന് വെച്ചാൽ ഈ ലാൻഡ് ലോഡ്സിന്റെ മറ്റൊരു ഇതാണ് സാമന്റാസ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തു, അവരെ ഏറ്റെടുത്തിട്ട് സ്വന്തമായി തന്നെ അവിടെ ഭരിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തായി, അവരെ തന്നെ ഒരു പേരിട്ട് വിളിച്ചു, മഹാസാമന്റ എന്ന് പേരിട്ട് വിളിക്കുകയും മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന ഗ്രേറ്റ് ലോർഡ് ഓഫ് സർക്കിൾ ഓർ റീജിയൻ എന്നാണ് അവർ അറിയപ്പെടുന്നത്. ആൻഡ് സോ ഇൻഡിപെൻഡൻസ് ഫ്രം ദിയർ ഓവർലോഡ്സ്. എന്ന് വെച്ചാൽ ഓവർലോഡ്സിൽ നിന്ന് എത്രയോ ഇതാണ് എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്തു, ഈ ലാൻഡ് ലോഡ്സിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയവരാണ് എന്നും പറയുന്നു. ഓക്കെ, സാമന്റാസ് ഗെയിൻഡ് പവർ ആൻഡ് വെൽത്ത്, ദേ ഡിക്ലൈർഡ് ദംസെൽസ് ടു ബി മഹാസാമന്റ ഓർ മഹാമണ്ഡലേശ്വർ, ദി ഗ്രേറ്റ് ലോർഡ് ഓഫ് സർക്കിൾ ഓർ റീജിയൻ ആയിട്ട് ഇവർ മാറി. ദേ സോ ഇൻഡിപെൻഡൻസ് ഫ്രം ദിയർ ഓവർലോഡ്സ്. ഈ ഓവർലോഡ്സിന്റെ എല്ലാവിധ പീഡനങ്ങളും രക്ഷപ്പെട്ട് ഇവർ സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഇത് തുടങ്ങി. അതാണ് സാമന്റാസ് ഒരു മഹാസാമന്റാസ് എന്ന് പറയുന്നത്. Okay, one such instance was that of രാഷ്ട്രകൂടാസ് in the Deccan. ഇതിൽ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡെക്കാനിലുള്ള രാഷ്ട്രകൂടാസ് എന്ന് പറയുന്നതാണ്. ഇനീഷ്യലി they were subordinate to the ചൗലക്യാസ് ഓഫ് കർണാടക. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇതുപോലെ ഈ മഹാസാമന്റാസ് എന്ന് പറയുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെയുള്ള ഡെക്കാനിലുള്ള രാഷ്ട്രകൂടാസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളും. ഇനീഷ്യലി ഇവരെന്താണ്, ഈ രാഷ്ട്രകൂടാസ്, ഡെക്കാനിലുള്ള രാഷ്ട്രകൂടാസ് എന്ന് പറയുന്നത് എന്തിന് സബോർഡിനേറ്റ് ആയി നിൽക്കുന്നവരാണ്,
ഇത് സബോർഡിനേറ്റ്സ്. കർണാടകയിലുള്ള ചൗലക്യാസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ താഴെ തട്ടിലുള്ളവരാണ് ഈ ഒരു രാഷ്ട്രകൂടാസ് എന്ന് പറയുന്ന ആളുകൾ. ഓക്കെ. ആൻഡ് ഇൻ ദ മിഡ് 18th century, അങ്ങനെ 18ാം നൂറ്റാണ്ടില് ദാന്തി ദുർഗ, എ രാഷ്ട്രകൂട ചീഫ്, overthrew his ചൗലക്യ ഓവർലോഡ്. അങ്ങനെ ഈ ഒരു രാഷ്ട്രകൂടന്റെ ലീഡർ ആയിട്ടുള്ള ദാന്തി ദുർഗ എന്ന് പറയുന്ന ലീഡർ ചൗലക്യനെ അവിടെ ആ ഒരു ലാൻഡ് ലോഡ്സിന്റെ ഇതിൽ നിന്ന് പുറത്താക്കുകയും ആൻഡ് പെർഫോംഡ് എ റിച്വൽ, ലിറ്ററലി ദ ഗോൾഡൻ ബോംബ് എന്ന് പറയുന്ന ഒരു റിച്വൽ അവിടെ പെർഫോം ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. One such instance was that of Rashtrakudas in the Deccan. Initially they were subordinate to the Chaulyas of Karnataka. അല്ലെ, ഈ രാഷ്ട്രകൂടാസ്, ഡെക്കാനിലെ രാഷ്ട്രകൂടാസ് എന്ന് പറയുന്ന ആളുകള് എന്തിന്റെ താഴെ തട്ടിലാണ്? ഇറ്റ് ഈസ് സബോർഡിനേറ്റ് ടു ചൗലക്യാസ് ഓഫ് കർണാടക. അങ്ങനെ 8th century, 8ാം നൂറ്റാണ്ടില് ദന്തി ദുർഗ എന്ന് പറയുന്ന രാഷ്ട്രകൂടാസിന്റെ ലീഡർ ആരെ പുറത്താക്കി? ചൗലക്യനെ പുറത്താക്കുകയും അവര് റിച്വൽ പെർഫോം ചെയ്യുകയും ചെയ്തു. ആ റിച്വലിന്റെ പേരെന്താ മക്കളെ? ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗോൾഡൻ ബോംബ്. ഓക്കെ, ഇതാണ് രാഷ്ട്രകൂട ഡൈനസ്റ്റി എന്ന് പറയുന്ന ഒരു റൂൾ ഓഫ്, അല്ലെ, എന്ന് വെച്ചാൽ റൂൾ ഓഫ് കിങ്സ് ആയിരുന്നു എന്ന് വെച്ചാൽ രാഷ്ട്രകൂട ഡൈനസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫൗണ്ടർ ഓഫ് രാഷ്ട്രകൂട എംപയർ എന്ന് പറയുന്ന ആരാണ്? ദാന്തി ദുർഗയാണ് രാഷ്ട്രകൂട എന്ന് പറയുന്ന ഡൈനസ്റ്റി അല്ലെങ്കിൽ കിങ്ഡം, അല്ലെ, കൊണ്ടുവന്നത് ദാന്തി ദുർഗയാണ്. 735 to 756 AD ആയിരുന്നു ആ ഒരു ദാന്തി ദുർഗന്റെ ആ ഒരു റൂൾ. അങ്ങനെ അവര് ദി ഗ്രേറ്റ് ഗോൾഡൻ ബോംബ് എന്ന് പറയുന്ന റിച്വൽ അവര് പെർഫോം ചെയ്തു ചൗലക്യനെ പുറത്താക്കിയതിനു ശേഷം. When this ritual was performed with the help of Brahmanas, ഈ ഒരു റിച്വല് ആരുടെ സഹായത്താലാണ് അവിടെ പെർഫോം ചെയ്തത്? ബ്രാഹ്മൺസിന്റെ സഹായത്താലാണ് രാഷ്ട്രകൂടാസ് അവിടെ പെർഫോം ചെയ്തത്. It was thought to lead to the rebirth of sacrifice as Kshatriya, even in it was not one by birth. എന്ന് വെച്ചാല് അവിടെ എന്ന് വെച്ചാൽ റീബർത്ത് ഓഫ് സാക്രിഫൈസ്, എന്തിനും ത്യജിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷത്രിയാസ് ആയിട്ട് അവർ പുനർജനിക്കുകയാണ് ചെയ്യുന്നത് ഇവര് രാഷ്ട്രകൂടാസ്. ഓക്കെ, എന്ന് വെച്ചാൽ ജനിച്ചപ്പോ അവർ ക്ഷത്രിയന്മാരായിരുന്നില്ല, പക്ഷെ ഇവിടെ ഈ ഒരു റിച്വൽ നടത്തിയിട്ട് അവരെന്താണ്? റീബർത്ത്, ഒരു പുനർജന്മം വരികയാണ് അവർക്ക് ക്ഷത്രിയാസ് ആയിട്ട്. അതാണ് മെയിൻലി ആ ഒരു ഗോൾഡൻ ബോംബിന്റെ ആ റിച്വലിന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാല് ഒരു റീബർത്ത് ആണ്, മെയിൻലി to be a Kshatriya. Okay. When this ritual, the golden bomb, the ritual was performed with the help of Brahmanas, the Rashtrakudas are thought to lead to the rebirth of sacrifice as Kshatriyas. Okay. Okay, അടുത്ത സ്ലൈഡ് നോക്കിക്കേ. In other cases, men from enterprising families use their military skills to carve out kingdoms. അങ്ങനെ ഈ രാഷ്ട്രകൂട ഡൈനസ്റ്റി നമ്മൾ പറഞ്ഞു, സാമന്റാസ് സ്വന്തമായിട്ട് റൂൾ ചെയ്യാൻ വന്നു. അതുപോലെ തന്നെ രാഷ്ട്രകൂട ഡൈനസ്റ്റി ചൗലക്യ ഡൈനസ്റ്റീനെ ഇല്ലാതാക്കി രാഷ്ട്രകൂട ഡൈനസ്റ്റി പവറിൽ വരികയും ഇങ്ങനെയുള്ള ഇതിനെ ഒക്കെ എന്ത് ചെയ്യാം, കിങ്ഡംസിനെ ഒഴിവാക്കാൻ വേണ്ടി മിലിറ്ററി സ്കിൽസ് പല എന്താ പറയാ റിച്ച് ആയിട്ടുള്ള ഫാമിലീസിലുള്ള ആളുകൾ വന്നിട്ട് ഒരു മിലിറ്ററി ഫോം ചെയ്യുകയും ഇത്തരത്തിലുള്ള റൂളിംഗ് കിങ്ഡത്തിനൊക്കെ ഇല്ലാതാക്കാൻ നോക്കുകയും ചെയ്തു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, അങ്ങനെ ഇൻ അതർ കേസസ് മെൻ ഫ്രം എന്റർപ്രൈസിങ്, ഇങ്ങനെയുള്ള രാഷ്ട്രകൂട ഡൈനസ്റ്റി പോലെയുള്ള അതുപോലെ തന്നെ ചൗലക്യ ഡൈനസ്റ്റി ഒക്കെ വന്നു. അപ്പൊ ഇങ്ങനെ വലിയ വലിയ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലുള്ള പുരുഷന്മാരൊക്കെ വിചാരിച്ചു അവർക്കും മിലിറ്ററി പവർ, കൈമേൽ പൈസ ഉണ്ടല്ലോ, അപ്പൊ സ്വന്തമായിട്ട് എന്തുകൊണ്ട് കിങ്ഡം ഇതാക്കിക്കൂടാ എന്നാകുമ്പോൾ കുറെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലുള്ള മെൻ വന്നിട്ട് ഫോം ചെയ്ത കിങ്ഡംസ് ആണ് ഏതൊക്കെ? ദ കടമ്പ, മയൂര, Sharman and the Gujara Pradihara and
ഹരിചന്ദ്ര were Brahmins who gave up their traditional professions. അവർക്ക് ബ്രാഹ്മിൻസിന് കുറെ ട്രഡീഷണൽ പ്രൊഫഷൻസ് ഉണ്ടാവും. ചിലർ പൂജാരിമാരായിട്ടുണ്ടാവും, ചിലർ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുണ്ടാവും. അവരതൊക്കെ വിട്ടിട്ട് they took to arms and successfully establishing kingdoms in കർണാടക ആൻഡ് രാജസ്ഥാൻ റെസ്പെക്റ്റീവ്ലി. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ രാജാക്കന്മാരായിട്ട് സ്വന്തമായി ഡൈനസ്റ്റി ഒക്കെ ഇതാക്കിയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ജോബ്സ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഈ ഒരു കിങ് ആയിട്ട് മാറിക്കൂടാ എന്ന ചിന്തയിൽ കുറെ പേര് വന്നു. അത്രക്കാരായിരുന്നു കടമ്പ, മയൂർ അല്ലെ, കടമ്പ, മയൂര, ശർമൻ ആൻഡ് the Garjara, Pratihara, Harishchandra were the Brahmins who gave up their traditional professions and took their arms, successfully establishing the kingdoms in Karnataka and Rajasthan respectively എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ കിങ്ഡംസ് ഒക്കെ നമ്മൾ പറഞ്ഞു കുറെ ആളുകളെ എന്താണ് ഇങ്ങനെ കിങ്ഡംസ് ആയിട്ട് ഫോം ചെയ്തിട്ട് രാജാക്കന്മാരായിട്ട് പുതിയ കിങ്സ് ഒക്കെ വന്നു, പുതിയ രാജാക്കന്മാരൊക്കെ വന്നുല്ലേ. അപ്പൊ അവരെങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, many of these new kings adopted high many of these new kings adopted high sounding titles അല്ലെ. വലിയ ഗർജമുള്ള പേരുകളായിരുന്നു ആ രാജാക്കന്മാരൊക്കെ ചൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഗ്രേറ്റ് കിങ്, ഓവർലോഡ് ഓഫ് കിങ്സ്, the lord of three worlds എന്നൊക്കെയാണ് അവർക്ക് അറിയപ്പെടാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ചത്. ഈ പേരിലൂടെ ആയിരുന്നു. പുതിയ പുതിയ രാജാക്കന്മാർ വന്നു തുടങ്ങി. അപ്പൊ അവർക്കൊക്കെ എന്താ പറയാ, ഒരു ഗുമ്മുള്ള പേരുകളാണ് ഇഷ്ടം. ഏതൊക്കെ പേര്? ഗ്രേറ്റ് കിങ്, ഓവർലോഡ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ദ ത്രീ വേൾഡ്സ്. ഇത്തരം പേരുകളായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. However, in spite of such claims, he often shared power with their as well as with association of peasants, traders and Brahmins. Okay, in spite of such claims, they often shared power with their ഇവരാരുമായിട്ട് പവർ ഷെയർ ചെയ്തു? വിത്ത് പെസൻസ് ആൻഡ് ട്രേഡേഴ്സ് ആൻഡ് ബ്രാഹ്മിൻസ്. ഓക്കെ, അവരുമായിട്ട് പവർ ഷെയർ ചെയ്തു, അവരെയൊക്കെ റൂൾ ചെയ്യാൻ അവർക്ക് പറ്റി. ഓക്കെ, മെനി ഓഫ് ദിസ് ന്യൂ കിങ്സ് അഡോപ്റ്റഡ് ഹൈ സൗണ്ടിങ് ടൈറ്റിൽസ് സച്ച് ആസ് ഗ്രേറ്റ് കിങ്, overlord of kings, lord of three worlds and so on. Okay, and next, however, in spite of such claims, often shared power with association of എന്ന് വെച്ചാൽ ആ ഒരു ടൈമില് ഈ പെസൻസിന്റെ ബ്രാഹ്മിൻസിന്റെ അല്ലെങ്കിൽ ട്രേഡേഴ്സിന്റെ അസോസിയേഷനുമായിട്ട് അവർ പവർ ഷെയർ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇൻ ഈച്ച് ഓഫ് ദി സ്റ്റേറ്റ്, ഓരോ സംസ്ഥാനങ്ങളിലും റിസോഴ്സസ് വെയർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് അല്ലെ. ഈ അവർക്ക് ട്രേഡ് നടത്താനുള്ള റിസോഴ്സസ് ഒക്കെ അവർക്ക് കിട്ടിയിരുന്ന എവിടെ നിന്നായിരുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്ന പെസൻസിൽ നിന്ന്, കാറ്റൽ കീപ്പേഴ്സ്, artisans who were often pursued or compelled to surrender part of what they have produced. ഈ രാജാക്കന്മാരൊക്കെ എന്ത് ചെയ്യും? ഇവർക്ക് മേല് അവരുടെ പവർ ചുമത്തിയിട്ട് അവരെന്ത് ചെയ്യും? പണി എന്ന് വെച്ചാൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പെസൻസിനോട് പറയും, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഞങ്ങളുടെ കാൽക്കീഴിൽ വെച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് നിങ്ങൾ അനുഭവിക്കുമെന്ന് അവരോട് പറഞ്ഞു അല്ലെ. അതുകൊണ്ടാണ് ഇൻ ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ്സ് റിസോഴ്സസ് വെയർ ഒബ്റ്റെയിൻ ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് മക്കളെ? ഇറ്റ് ഈസ് മെയിൻലി ദ പെസൻസ്, കാറ്റൽ കീപ്പേഴ്സ് ആൻഡ് ആർട്ടിസൻസ്. ഓക്കെ, ആൻഡ് ദിസ് വേ ക്ലെയിംഡ് ആസ് റെന്റ്. അവർ വാടകയ്ക്ക് പോലെയാണ് എന്ത് ഈ പ്രൊഡ്യൂസേഴ്സ് പെസൻസിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത്. ഡ്യൂ ടു എ ലോർഡ് ഹു അസർട്ടഡ് ദാറ്റ് on the land, revenue was also collected from traders. ഇങ്ങനെയുള്ള റവന്യൂ ആരുടെ കയ്യിൽ നിന്ന് ഇവർ കൈപ്പറ്റും? ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റും. ഇത്തരം ക്രോപ്സ്, സാധനങ്ങള് ഈ പെസൻസിന്റെ കയ്യിൽ നിന്നും ഈ കിങ്സ് കൈപ്പറ്റുന്നതായിരുന്നു എന്നാണ് പറയുന്നത്. പെസൻസിന്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങുന്നത് ആസ് എ റെന്റ് ബേസിസിലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ റെന്റ് കളക്ട് ചെയ്യുന്ന, ഇങ്ങനെ റെന്റ് ഇങ്ങനെ ഈ പെസൻസിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതൊക്കെ മെയിൻലി ആരാണ്? ദ ഫങ്ഷണറീസ് ഫോർ കളക്ടിങ് റവന്യൂ. ഈ ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ റവന്യൂ കളക്ട് ചെയ്യുന്ന മെയിൻലി ഹൈലി ലക്ഷറിയസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫാമിലീസിൽ നിന്ന് ആളുകളായിരിക്കും ഈ ട്രേഡേഴ്സിൽ നിന്ന് റെന്റ് അല്ലെങ്കിൽ റവന്യൂ കളക്ട് ചെയ്യുന്നത്. ദ ഫങ്ഷണറീസ് ഫോർ കളക്ടിങ് റവന്യൂ were generally recruited from influential families and positions were often hereditary ആയിരിക്കും. എന്ന് വെച്ചാൽ കുടുംബപരമായി തലമുറകളായിട്ട് ഒരാൾക്ക് മാത്രം ഇങ്ങനെ പൊസിഷൻസ് ഇങ്ങനെ പോവില്ലേ? പണ്ടത്തെ കിങ്ഡത്തിന്റെ ഇത് നോക്കുകയാണെങ്കിൽ
എന്ന് വെച്ചാൽ ഫാദറാണ് മെയിൻലി ആ രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ മകനാവാം, മകന്റെ കാലശേഷം അവരുടെ മകനാവാം, അങ്ങനെ ഹെറിഡിറ്ററി ആയിരിക്കും ആ ഒരു റവന്യൂ കളക്ട് ചെയ്യുന്ന ആളുടെ കർത്തവ്യം എന്നാണ് പറയുന്നത്. ദിസ് വാസ് ട്രൂ അബൌട്ട് ദ ആർമി ആസ് വെൽ. ഇതുപോലെ റവന്യൂ കളക്ട് ചെയ്തിട്ടാണ് കൂടുതൽ അവർ ആർമിക്ക് എന്ത് ചെയ്യുന്നത്, പവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഓക്കെ, സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. Okay, last point. In many cases, close relatives of the king also held this പൊസിഷൻസ്. എന്ന് വെച്ചാൽ ഈ രാജാക്കന്മാരുടെ അടുത്ത ബന്ധുക്കളെയാണ് ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി അവര് പറഞ്ഞയക്കുന്നതും എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഫങ്ഷണറീസ് ഫോർ കളക്ടിങ് റവന്യൂ were generally recruited from influential families and positions were often hereditary. And this was true about the army as well. Okay, in many cases, close relatives of the king were held these positions. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫാമിലീസ് ഇങ്ങനെ എന്താണ് അവർ മുന്നിലേക്ക് വരികയാണ്, കിങ്ഡം രൂപീകരിക്കണം എന്ന് പറഞ്ഞ സാമൻഡാസ്, മഹാസാമൻഡാസ് പോലെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ രാഷ്ട്രകൂടാസ് ഡൈനസ്റ്റി, ചൗലക്യ ഡൈനസ്റ്റി. ഇപ്പോൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നുള്ള ആളുകൾ മെന്ന് ഇത് ഇങ്ങനെ ഫോം ചെയ്യാൻ വേണ്ടി, അവരുടെ കിങ്ഡം ഫോം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നു. അപ്പൊ അവര് മെയിൻലി എന്താണ്, അവരുടെ ഈ ഒരു റവന്യൂ കൂടുതലായിട്ട് അവരുണ്ടാക്കുന്ന ട്രേഡേഴ്സിൽ നിന്നാണ്. അതുകൂടാതെ മെയിൻലി പല ക്രോപ്സും കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ആയ പെസൻസിനെയും കാറ്റൽ റീപ്പേഴ്സിനെയും ഒക്കെ എന്താണ്, കാറ്റൽ കീപ്പേഴ്സിനെ ഒക്കെ ആശ്രയിച്ചുകൊണ്ടാണ് ഇവർ ഇതാക്കുന്നത് അല്ലെ. എന്ന് വെച്ചാൽ അവർ എന്താണ് പണിഷബിൾ ആയിരിക്കും. എന്താ വെച്ചാൽ ഈ ക്രോപ്സ് ഒന്നും ഇവരുടെ കയ്യിൽ കൊടുത്തിട്ടില്ലെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിനുള്ള പണിഷ്മെന്റോ അതൊക്കെ സാധനം വാങ്ങുന്ന റെന്റിലാണ് ഇവര്. അപ്പൊ ഈ ഒരു റവന്യൂ കൂടുതൽ ട്രേഡേഴ്സിൽ നിന്ന് വാങ്ങുന്നത് ഈ ഒരു കിങ്ങിന്റെ ക്ലോസ് റിലേറ്റീവ്സിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്ന് ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത് മെയിൻലി. ഓക്കെ, ആൻഡ് പ്രശസ്തീസ് ആൻഡ് ലാൻഡ് ഗ്രാന്റ്. എന്താണ് പ്രശസ്തി എന്ന് പറയുന്നത്, എന്താണ് ലാൻഡ് ഗ്രാന്റ് എന്ന് പറയുന്നത്, നമുക്ക് നോക്കിയാലോ. ഓക്കെ, it tells us how rulers want to depict them. പ്രശസ്തി എന്ന് പറയുന്നത് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് അവര് എന്ത് പേരിൽ അറിയപ്പെടണം എന്ന് അവർ തന്നെ എന്ത് ചെയ്യും, പേരിടും. എന്താ വാലിയന്റ് ആയിട്ടാണോ, വിക്ടോറിയസ് വാരിയേഴ്സ്. For example, these were composed by learned brahmanas who occasionally helped in the administration. ഇവിടെ ഇവരെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും എല്ലാവിധത്തിലുള്ള ഇതൊക്കെ കിങ്ഡത്തിലെ പല മാറ്റേഴ്സും ഡിസ്കസ് ചെയ്യുന്നത് വളരെ ലേൺഡ് ആയിട്ടുള്ള ബ്രാഹ്മണാസ് ആണ്. അവർ തന്നെയാണ് ഇവർക്ക് ടൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് രാജാക്കന്മാർക്ക് അല്ലെ. എന്ത് ആസ് എ വാലിയന്റ് എന്നാണോ, വിക്ടോറിയസ് എന്നാണോ, വിക്ടോറിയസ് വാരിയേഴ്സ് എന്നൊക്കെ കൊടുക്കുന്ന ഈ ലേൺഡ് ആയിട്ടുള്ള ബ്രാഹ്മൺസ് ആണ്. It tells us how rulers wanted to depict themselves as valiant, victorious warriors. For example, these were composed by learned brahmanas who occasionally helped in the administration. Okay, അങ്ങനെ പേര് ഇവർക്ക് നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻഷ്യൽ നെയിം പ്രൊവൈഡ് ചെയ്യുമ്പോൾ കിങ് എന്താണ് ഈ ബ്രാഹ്മൺസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. കിങ്സ് ഓഫൻ റിവാർഡഡ് ബ്രാഹ്മണാസ് ബൈ ഗ്രാൻഡ്സ് ഓഫ് ലാൻഡ്. അങ്ങനെ എന്ത് ചെയ്യും, പല ലാൻഡും ഇവർക്ക് സ്വന്തമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ദിസ് വെയർ റെക്കോർഡഡ് ഓൺ കോപ്പർ പ്ലേറ്റ്സ് which were given to those who received the land. അങ്ങനെ കുറെ ബ്രാഹ്മണാസിന് ഇവർ ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ എവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ബുക്സ് ഒന്നും ഇല്ലല്ലോ, കോപ്പർ പ്ലേറ്റ്സിലാണ് അവര് അങ്ങനെയുള്ള മാനുസ്ക്രിപ്റ്റിലാണ് അവർ എഴുതി വെക്കുന്നത്. Kings often rewarded Brahmins by grants of land. These were recorded on copper plates which were given to those who received the land. Okay, ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു കോപ്പർ പ്ലേറ്റിലാണ് എല്ലാം എഴുതി വെക്കാറ്. അങ്ങനെ ഈ കാശ്മീരിൽ റൂൾ ചെയ്തിട്ടുള്ള ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരുടെ ചരിത്രമൊക്കെ എന്താണ് വലിയ വലിയ എഴുത്തുകാരന്മാർ എഴുതാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ എഴുതിയ ഒരു ഓതർ ആയിരുന്നു കൽഹാന എന്ന് പറയുന്ന ഓതർ. ഓക്കെ, he used variety of sources. അദ്ദേഹം പല സോഴ്സസ് ആണ് യൂസ് ചെയ്തത്. ഇൻസ്ക്രിപ്ഷൻസ് അല്ലെ, ഇങ്ങനെയുള്ള കോപ്പർ പ്ലേറ്റ്സിൽ എഴുതുകയും ഡോക്യുമെന്റ്സ് ആക്കുകയും ഐ വിറ്റ്നസ് അക്കൗണ്ട്സ്, ഏർലിയർ ഹിസ്റ്ററീസ് ഒക്കെ നോട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവര്. ഈ കൽഹാന എന്ന് പറയുന്ന ഓതർ, ഫേമസ് ഓതർ, ഈ ഒരു കിങ്സിന്റെ ലൈഫും അവരുടെ മിലിറ്ററി പവറും ഒക്കെ എഴുതിയിരുന്നത് എന്നാണ് പറയുന്നത്. അത്രയും ഫേമസ് ആയിട്ടുള്ള ഓതർ ആയിരുന്നു കൽഹാന എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ
പോയത്തില് അല്ലെ കവിതകളിൽ കൂടുതൽ നിറയുന്നത് ഹിസ്റ്ററി ഓഫ് ദ കിങ്സ് ഹു റൂൾഡ് ഓവർ കാശ്മീർ. അതിനെയാണ് അദ്ദേഹം കൂടുതലായിട്ട് എന്തിൽ എഴുതിയിരുന്നത്? It is various types of sources ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. It is will be in inscriptions or documents or eyewitness accounts and earlier histories to write his account. Okay, അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് മക്കളെ? It is unusual for the 12th century poem. 12th centuryയിലാണ് കൽഹാന ഈ ഒരു poem എഴുതിയത് അല്ലെ. It is about what? It is about the history of kings who ruled over Kashmir, and it was composed by whom? The author Kalhana. And what all sources have been used by him in order to write about the history of kings of Kashmir? He used a variety of sources like എന്തൊക്കെ sources ആണ് മക്കളെ ഉപയോഗിച്ചത്? It is like inscriptions, documents, eyewitness accounts and earlier histories to write his account എന്നാണ് പറഞ്ഞത് അല്ലെ. ഓക്കെ, കൽഹാനന്റെ വേറൊരു ഫേമസ് ബുക്കാണ് രാജതരംഗിണി, ദ സാഗ ഓഫ് ദ കിങ്സ് ഓഫ് കാശ്മീർ അല്ലെ. രാജതരംഗിണി അതിന്റെ ഇത് ഇറ്റ് ഈസ് ദി സാഗ of the kings of Kashmir. ഇത് റെഡ് ഓക്കെ, വേറെ ഇതില് ക്ലിയർ ആവണമെന്നില്ല മക്കൾക്ക്. ഓക്കെ, ഇത് റെഡ് ബോർഡർ ആയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആവണമെന്നില്ല. ഞാൻ ബ്ലൂ യൂസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് എഴുതി തരാം കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് രാജതരംഗിണി അല്ലെ. തരംഗിണി അദ്ദേഹത്തിന്റെ വേറൊരു കൽഹാന എന്ന് പറയുന്ന ഓതറിന്റെ വേറെ ഈ ഒരു കാശ്മീരിനെ കുറിച്ച് എഴുതിയ ഒരു ബുക്കാണ് കേട്ടോ, രാജതരംഗിണി. അതിന്റെ ഇംഗ്ലീഷ് ഫോം ഇതിനെ കുറിച്ച് സബ് ടൈറ്റിൽ ഇറ്റ് ഈസ് സാഗ of the kings of Kashmir എന്നാണ് പേര്. ഈ ഒരു ബുക്കിന്റെ ഒരു ഫ്രണ്ട് പേജ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, രാജതരംഗിണി ദ സാഗ ഓഫ് ദ കിങ്സ് കാശ്മീർ എന്നതാണ് കൽഹാന എഴുതിയ ആ ഒരു ബുക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് കൽഹാന എന്ന് പറയുന്ന ആള് കേട്ടോ. ഇതാണ് കൽഹാന, the famous author who wrote about the history of the kings of Kashmir. അദ്ദേഹം പല സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇൻസ്ക്രിപ്ഷൻസ്, ഡോക്യുമെന്റ്സ്, അങ്ങനെ പല ടൈപ്സ് ഓഫ് സോഴ്സസിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് വാർഫെയർ ഫോർ വെൽത്ത്. പിന്നെന്താ, ഈ രാജാക്കന്മാരെല്ലാരും കൂടെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. യുദ്ധം ചെയ്താലല്ലേ കറക്റ്റ് ഇതിലുള്ള സമ്പാദ്യം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 4 centuries കുറെ നൂറ്റാണ്ടുകളായിട്ട് റൂളേഴ്സ് ബിലോങ്ങിങ് ടു ദ ഗർജാര, പ്രതിഹാര ആൻഡ് രാഷ്ട്രകൂട ആൻഡ് പാല ഡൈനസ്റ്റീസ് ഫോർട്ട് ഫോർ കൺട്രോൾ ഓവർ കനൗജ്. കനൗജ് എന്ന് പറയുന്ന സിറ്റി കീഴടക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രാജാക്കന്മാരാണ് യുദ്ധത്തിന് വേണ്ടി ഒത്തുകൂടിയത് നൂറ്റാണ്ടുകളായിട്ട് മക്കളെ? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് Gurjara, Pradihara, and second one Rashtrakuta and second one Rashtrakuta and third one Pala Dynasties. ഏത് സിറ്റി കീഴടക്കാൻ വേണ്ടിയിട്ടാണ് കനൗജ് എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, because there were 3 parties in this long drawn conflict, it is tripartite struggle. 3 ഇതാണ് അല്ലെ, എന്ന് വെച്ചാൽ 3 പാർട്ടീസ് ആണ് ഇതിൽ ഒത്തൊരുമിച്ചത്. 3 കിങ്ഡംസ് ആണ്. അപ്പൊ അതിനെ പറയുന്നത് ത്രിപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്നാണ്. 3 പാർട്ടീസ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് 3 കിങ്ഡംസ് അല്ലെ. ദിസ് ഗർജാര, പ്രതിഹാര, രാഷ്ട്രകൂട ആൻഡ് പാല ഡൈനസ്റ്റീസിനെ 3 പാർട്ടീസ് ആയിട്ട് കരുതാണ്. അവർ കോൺഫ്ലിക്ട് ചെയ്യുന്നത് ത്രിപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്നാണ് അതിനെ പറയുന്നത്. ത്രിപാർട്ടൈറ്റ് സ്ട്രഗിൾ. ഓക്കെ, ഇത് അവിടെയാണ് ഗർജാര, പ്രതിഹാര എന്ന് പറയുന്നത്. ഇത് രാഷ്ട്രകൂട ഡൈനസ്റ്റിന്റെ ഭാഗമാണ്. ഓക്കെ, ആ എംപയറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
The rulers also tried to demonstrate their power and resources by building large temples. ഈ രാജാക്കന്മാരൊക്കെ അവരുടെ പവർ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ അമ്പലങ്ങളും അവരുണ്ടാക്കി എന്നാണ് പറയുന്നത്. The rulers also tried to demonstrate their power by building a large temples എന്നാണ് പറയുന്നത്. പിന്നെയോ So when they attacked one another's kingdom, they often chose to target temples which were sometimes extremely rich. അല്ലേ? എന്ന് വെച്ചാൽ ഇവര് വേറൊരു കിങ്ഡം, വേറൊരു ഭരണാധികാരികളെ ഒരു കിങ്ഡം അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ടെമ്പിൾസിലാണ്. എന്തുകൊണ്ടാണ് അവർ ടെമ്പിൾസിനെ ഫോക്കസ് ചെയ്യുന്നത്? അവിടെ എന്തുണ്ടാവും, ഭണ്ഡാരങ്ങളിലൊക്കെ കൂടുതലായിട്ട് എന്തുണ്ടാവും, രത്നങ്ങളും എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അത് അവർക്ക് വെൽത്ത് ഗെയിൻ ചെയ്യാനുള്ള മറ്റൊരു വഴിയാണ് എന്നാണ് പറയുന്നത്. പിന്നെയോ ഇറ്റ് ഈസ് വൺ സച്ച് റൂളർ. അങ്ങനെ ഈ ടെമ്പിൾസിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ആര് മക്കളെ? ഇറ്റ് ഈസ് മുഹമ്മദ് ഓഫ് ഗസ്നി. അഫ്ഗാനിസ്ഥാനുള്ള ഒരു റൂളർ ആയിരുന്നു. ഹി റെയ്ഡഡ് ദ സബ് കോണ്ടിനെന്റ് 17 times. ഈ ഒരു സബ് കോണ്ടിനെന്റ് അദ്ദേഹം റെയ്ഡ് ചെയ്ത് എത്ര പ്രാവശ്യമായിരുന്നു? കനൌജ് എന്ന് പറയുന്ന സ്ഥലം 17 പ്രാവശ്യമായിരുന്നു. വിത്ത് എ റിലീജിയസ് മോട്ടീവ്. അദ്ദേഹത്തിന് ജാതിപരമായിട്ടുള്ള ഒരു മോട്ടീവ്, ഒരു എയിം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആർക്ക്? മുഹമ്മദ് ഓഫ് ഗസ്നി, അഫ്ഗാനിസ്ഥാനിലെ റൂളർക്ക്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ? റൂളേഴ്സ് ഓൾസോ ട്രൈ ടു ഡെമോൺസ്ട്രേറ്റ് ദിയർ പവർ ആൻഡ് റിസോഴ്സസ് ബൈ ബിൽഡിംഗ് ലാർജ് ടെമ്പിൾസ്. So when they attacked one another's kingdom, they often choose to target temples, sometimes extremely rich. One such ruler is Muhammad of Ghazni, Afghanistan. He raided the subcontinent 17 times with a religious motive. അദ്ദേഹത്തിന്റെ റൂൾ എന്ന് പറയുന്നത് it is to 1025 വരെയായിരുന്നു ഈ ഒരു മുഹമ്മദ് ഗസ്നിയുടെ റൂളിംഗ് പീരീഡ്. ഓക്കെ, ഇതാണ് മുഹമ്മദ് ഗസ്നി. ഓക്കെ, മുഹമ്മദ് ഗസ്നി. ഓക്കെ, മുഹമ്മദ് ഗസ്നിയുടെ ടാർഗറ്റ്, എയിം എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു അഫ്ഗാനിസ്ഥാൻ റൂളർ ആയിട്ടുള്ള മുഹമ്മദ് ഗസ്നിയുടെ എയിംസ്? ടാർഗറ്റ്സ് വേർ വെൽത്തി ടെമ്പിൾസ്. എന്ന് വെച്ചാൽ വെൽത്തി ആയിട്ട് റിച്ച് ആയിട്ടുള്ള അമ്പലങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുക, എല്ലാ വിധത്തിലുള്ള വോറും തുടങ്ങി വെക്കുക. ഇൻക്ലൂഡിങ് ദാറ്റ് ഓഫ് ഏതൊക്കെ ടെമ്പിൾസ്, എവിടെയുള്ളൊക്കെ ടെമ്പിൾസ്? സോമനാഥിലുള്ള, ഗുജറാത്ത് ഒക്കെയാണ് മെയിൻലി അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന വെൽത്തി ടെമ്പിൾസ് എന്ന് പറയുന്നത്. മച്ച് ഓഫ് ദ വെൽത്ത് മുഹമ്മദ് ക്യാരിഡ് അവേ വാസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ സ്പ്ലെൻഡിഡ് ക്യാപിറ്റൽ സിറ്റി അറ്റ് ഗസ്നി. ഇങ്ങനെ കൂടുതൽ വെൽത്ത് അദ്ദേഹം ഉണ്ടാക്കിയത് ഈ ടെമ്പിൾസിനൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞല്ലോ. അങ്ങനെയാണ് ഒരു നല്ലൊരു സിറ്റി ആയിട്ട് ഇവിടെ ഗസ്നി, നല്ലൊരു സ്പ്ലെൻഡിഡ് വെൽത്തി സിറ്റി ആയിട്ട് ഗസ്നി മാറാൻ കഴിഞ്ഞത് അദ്ദേഹം അത്രയും വെൽത്ത് ഗെയിൻ ചെയ്തത് കൊണ്ടാണ്. And other kings who engaged in warfare included the Chahamanas, later known as the Chauhans, who ruled over the region around Delhi and Ajmer. ഈ ഡൽഹി അജ്മർ പിന്നെ റൂൾ ചെയ്തത് ആരാണ് മക്കളെ? ഒരു ചൗഹാൻസ് ആയിരുന്നു, അല്ലെ? ചൗഹാൻസ് ആയിരുന്നു. ചൗഹാൻ എന്ന് പറയുന്ന റൂളർ ആയിരുന്നു. പിന്നെ ഡൽഹി ടു അജ്മർ റൂൾ ചെയ്തത് ചൗഹാൻസ് ആണ്. ചൗഹാൻസ്. ഡൽഹി ടു അജ്മർ റീജിയൻ റൂൾ ചെയ്തത് ചൗഹാൻസ് ആണ്. ഓക്കെ, ഈ ഒരു മുഹമ്മദ് ഗസ്നി കഴിഞ്ഞിട്ട് ഡൽഹി അതുപോലെ തന്നെ അജ്മർ റീജിയൻസ് ഒക്കെ റൂൾ ചെയ്ത ചൗഹാൻസ് എന്ന് പറയുന്ന ഡൈനസ്റ്റി കിങ്സ് ആണ്. ഓക്കെ, ചൗഹാൻസ് എന്താ? They attempted to expand their control to west and east. അല്ലെ? ഈ ചൗഹാൻസ് അവരുടെ ഭരണം എവിടേക്കും കൂടെ ഇതാക്കി സ്പ്രെഡ് ചെയ്തു എന്നാ പറയുന്നത്? വെസ്റ്റ് ഏരിയാസിലേക്കും ഈസ്റ്റ് ഏരിയാസിലേക്കും സ്പ്രെഡ് ചെയ്തു. Where they were opposed by Chaulukyas of Gujarat. അവരുടെ റൂൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ല? ചൗലക്യാസ് ഓഫ് ഗുജറാത്തിന് ഇഷ്ടപ്പെട്ടില്ല. And the Gahadawalas of western ഉത്തർപ്രദേശിനും ഇഷ്ടപ്പെട്ടില്ല. They were against the rule of Chauhans. Okay, and the Chauhans attempted to expand their control to the west and east, where they were opposed by the Chaulukyas of Gujarat and the Gahadawalas of വെസ്റ്റേൺ ഉത്തർപ്രദേശ്. ഈ ഒരു റൂളേഴ്സ് ചൗഹാൻസ് വന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഏതൊക്കെ റൂളേഴ്സിന്? ഇറ്റ് ഈസ് who were opposed? It is Chaulukyas of Gujarat and Gahadawalas of Western Uttar Pradesh. എന്ന് മക്കൾ മറക്കരുത്. സെക്കൻഡ് പോയിന്റ്,
ദ ചാഹമാന റൂളർ വാസ്, ഈ ചാഹമാന എന്ന് പറയുന്ന ഇതിന്റെ അല്ലെ, ചാഹ്മാന എന്ന് പറയുന്ന ചൗഹാൻസിന്റെ ലീഡർ ആരാണ്? ഇത് പൃഥ്വിരാജ തേർഡ്. അദ്ദേഹം 1166 to 1192 വരെയാണ് റൂളിംഗ് പീരീഡ്. ആൻഡ് ഹു ഡിഫീറ്റഡ് എ ടർക്ക് റൂളർ നെയ്മഡ് സുൽത്താൻ മുഹമ്മദ് ഗോരിനെ ഡിഫീറ്റ് ചെയ്ത ആളായിരുന്നു ആര്? പൃഥ്വിരാജ എന്ന് പറയുന്ന ചൗഹാന്റെ റൂളർ 1191 മുഹമ്മദ് ഗോരിനെ ഡിഫീറ്റ് ചെയ്ത ആളാണ്. ബട്ട് ലോസ്റ്റ് ടു ഹിം ദ വെരി നെക്സ്റ്റ് ഇയർ ഇൻ 1192. അങ്ങനെ മുഹമ്മദ് ഗോരിയെ ഡിഫീറ്റ് ചെയ്ത് പിന്നെ അടുത്ത വർഷം മുഹമ്മദ് ഗോരിയുമായിട്ട് അദ്ദേഹം തോൽക്കേണ്ടി വന്നു. ഓക്കെ, അതാണ് പറയുന്നത് ചൗഹാൻ റൂളർ. ദ ചാഹമാന റൂളർ വാസ് പൃഥ്വിരാജ തേർഡ് who defeated a Turk ruler named Sultan Muhammad Ghori in 1191 but lost to him the very next year in 1192. ആദ്യത്തെ വാറിൽ മുഹമ്മദ് ഗോരിനെ പൃഥ്വിരാജ അല്ലെ ഡിഫീറ്റ് ചെയ്തെങ്കിൽ അടുത്ത വർഷം അതേ വർഷം നെക്സ്റ്റ് ഇയറിൽ പൃഥ്വിരാജ് തോറ്റുപോയി. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സിമ്പിൾ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത്തരം കാര്യങ്ങളാണ്. ഓക്കെ, ആ ഓരോ റൂളേഴ്സിനെ കുറിച്ചും അവരുടെ കിങ്ഡംസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെ, നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് അബൌട്ട് ദ ക്ലോസർ ലുക്ക് ദ ചോളാസ് ഡൈനസ്റ്റീസ് വെരി ഇമ്പോർട്ടൻറ്റ് കിങ്ഡം ആയിരുന്നു അല്ലെ, വളരെ പോപ്പുലർ ആയിട്ട് കിങ്ഡം ആയിരുന്നു. അതിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.